ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അപ്പം നമ്മൾ ഇന്ന് നോമ്പ് തുറക്ക് വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കല്ല. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പുത്തൻ വീട് തറവാട്ടിലേക്കാണോ എന്ന്. ഇന്ന് അങ്ങോട്ടൊന്നല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മളെ കവിത ജ്വല്ലറിൻ്റെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പം ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയിട്ട് പോകുന്നത്. ഏകദേശം പോകുമ്പോൾ തന്നെ 6 മണി 6:15 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളോട് 6 മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അവിടെ എന്തോ നോമ്പ് തുറൻ്റെ മുമ്പായിട്ട് എന്തൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ എത്താൻ പറഞ്ഞത്. അപ്പോൾ കവിതാ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിലെ കവിതാ ജ്വല്ലറി ഇവിടെ 10 മാസമായിട്ടോ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ളതും ഒക്കെ നല്ല സിമ്പിളായിട്ടുള്ളതും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉള്ള ജ്വല്ലറിയാണ് നമ്മുടെ കവിത ഗോൾഡ്. അപ്പോൾ കവിത ഗോൾഡ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടോ വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കുകയാണ്, കവിത അടച്ചിട്ടുണ്ടോ, അതിലുള്ള ആളുകൾ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ അത് എപ്പോഴും ഓപ്പൺ തന്നെയാണ്. അവിടെ ആളുകൾ മുഴുവനായിട്ട് പോന്നിട്ടില്ല, അവിടെ അതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ, ഇതാണ് ആ കവിത ഗോൾഡ് എന്ന് പറഞ്ഞ ഗോൾഡ്. നമ്മുടെ സെമീർക്ക് വേണ്ടി ഐഷുമ സ്വർണ്ണം എടുക്കാൻ പോയ കവിത ജ്വല്ലറി കേട്ടോ. ആ ഒരു അയിത്തെ വിഷയിലാണ് ഞാൻ അന്ന് കാണിച്ചിരുന്നത്. അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോട്ടിൽ എന്താ പറയുക, ജയശ്രീ ഓഡിറ്റോറിയം, അവിടെയാണ് ഇഫ്താർ മീറ്റ് നടക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ ഒരു കവിതാ ഗോൾഡിലേക്ക് വരുന്നവരെ എല്ലാം ഇവർ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ ഷോറൂമിലും ഉണ്ടാവാറുണ്ട്, പക്ഷേ നമ്മൾ മഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ടൈം, അതും ജാതി മത ഭേദമന്യാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തൊക്കെ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കുക. മഞ്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നോമ്പ് തുറക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും ഉള്ളത്. അതായത് നോമ്പ് തുറക്കുമ്പോൾ വീട്ടിലേക്ക് അണയണം, വീട്ടിലേക്ക് എത്തണം എന്നുള്ള ധൃതിയിൽ എല്ലാവരും പോകുന്നൊരു സമയമാണ് കേട്ടോ. തിരക്ക് പിടിച്ച നേരം എന്ന് തന്നെ പറയാം. കാരണം ഏകദേശം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. സമയം അധികമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബാങ്ക് കൊടുക്കും. എന്തൊക്കെ തന്നെയാലും ഇതാ നമ്മൾ മഞ്ചേരിയിലെ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ്, കോഴിക്കോട് റോഡിൻ്റെ ആ ഭാഗത്തായിട്ടാണ് എന്താ പറയുക, ജയശ്രീ ഓഡിറ്റോറിയം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ എന്തൊക്കെ തന്നെയാണ് നോമ്പ് തുറക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 6:15 ഇറങ്ങിയെങ്കിൽ തന്നെ ആ ടൈമിന് അവിടെ എത്താൻ കഴിയുള്ളൂ കേട്ടോ. കാരണം 6:37 38 ബാങ്ക് ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ റോഡിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും സിഗ്നൽ വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം എല്ലാവരും പോകുന്ന തിരക്കാണ്. ഇപ്പോൾ വെച്ചാൽ നല്ല തിരക്കുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഇനി പെരുന്നാൾ സീസണും കൂടെ ഒക്കെ ആയി വരുമ്പോഴേക്കും കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയമാണല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് സിഗ്നൽ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞാൽ ഓടണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇതാ നമ്മുടെ സിഗ്നലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ ഒരു ഓഡിറ്റോറിയം, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും നമ്മളിതാ കോഴിക്കോട് റോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെ അടുത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്ര പെട്ടെന്നല്ലേ ഈ പ്രാവശ്യത്തെ നോമ്പൊക്കെ പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എത്രയോ പെട്ടെന്ന്, സാധാരണ എല്ലാ മാസത്തിനേക്കാൾ ഒന്നും കൂടി സ്പീഡായിട്ട് പോകുന്ന പോലെ തോന്നി. സാധാരണ മുഅ്മിനീങ്ങൾക്ക് ഈ ഒരു റമളാൻ പിരിഞ്ഞു പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുള്ള സംഭവമായിരിക്കുമല്ലേ. എന്തോ ഒരു ഇനി അടുത്ത വർഷമായിട്ട് വേണ്ട ഈ ഒരു പുണ്യങ്ങളുടെ പൂക്കാലം വരാൻ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനെ അതാ ഇവിടെ ബോർഡ് കാണുന്നു കേട്ടോ, ജയശ്രീ ഓഡിറ്റോറിയം എന്ന് ഇതാ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം ഇനിയിപ്പോൾ ഒരു വെറും 10 മിനിറ്റ് ബാക്കിയുള്ളൂ. എന്തായാലും അപ്പോഴേക്കും ഞങ്ങളിതാ ഇവിടെ എത്തി. ഇവിടേക്ക് ഒരു ചെറിയൊരു റോഡ് കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഓരോ വാഹനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഇവിടെ തന്നെ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇഫ്താർ മീറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കുക. സെക്യൂരിറ്റി അവിടെയുള്ള സെക്യൂരിറ്റി തന്നെയാണ് കേട്ടോ ഇവിടെയും. അങ്ങനെ ആളുകളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഫ്താർ മീറ്റ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹൃദയപൂർവ്വം നമ്മളെ സ്വീകരിക്കുന്ന ഒരു ബോർഡ് അവിടെ കണ്ടു, ഇവിടെയും കണ്ടു. അങ്ങനെ എല്ലാവരും വരികയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ അതിനകത്ത് കയറി ചെല്ലുമ്പോഴേ അവിടുത്തെ നമ്മുടെ മെയിനായിട്ട് നമ്മളെ എപ്പോഴും കാണുന്ന സാറിതാ
ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സ്വീകരിച്ച് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് വരവേറ്റത്. അതുപോലെ ഇവിടുത്തെ മാനേജർമാർക്ക് നല്ല സന്തോഷത്തിൽ വളരെയധികം നല്ല സ്വീകരണമായിട്ടാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുക. ആ ജ്വല്ലറിക്ക് ചെന്നാലും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഒന്നും വാങ്ങാനല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കയറി ചെന്ന് എന്തെങ്കിലും ചെറിയൊരു പർച്ചേസിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ചെന്നാൽ തന്നെ ഭയങ്കരമായിട്ട് സ്വീകരണമായിരിക്കും. അത് എത്രയോ ആളുകൾ ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയം ഹാളിലേക്കാണ് നമ്മളെ സ്വീകരിച്ചത്. അപ്പോൾ ഇവിടുത്തെ സാർ എന്തൊക്കെയോ പ്രസംഗിക്കണമെന്ന് നോക്കുക കേട്ടോ. ഇവിടെ കവിതാ മഞ്ചേരിയുടെ ഒരു നിറഞ്ഞ സദസ്സ്, സൗഹൃദ സദസ്സ്, ഒരു ഇഫ്താർ വിരുന്നിലൂടെ നമ്മുടെ ഈ നാട്ടിലെ പരിസര പ്രദേശങ്ങളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ആ തുറമുകളിലേക്ക് ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളത്. ഈ വൈകിയ വേളയിൽ ഞാൻ ഓരോ പേരുകളെ വിളിച്ച് നീതി പറയുന്നതിലൂടെ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാതി മതഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നുണ്ട്. ഈ നാട്ടുകാരായിട്ടും ഇനി പുറത്തുനിന്നായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അത് തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിമായ ഒരുപാട് ആളുകൾക്കും ഒരു ആഗ്രഹം ഉണ്ടാകും ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് അല്ലേ. അവസാനിക്കുകയാണ്. എല്ലാവർക്കും താഴെ പോയി ഭക്ഷണം കഴിക്കാനുള്ള, നോമ്പ് തുറക്കാനുള്ള സൗകര്യം താഴെയാണ്. എല്ലാവരും താഴെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ 12 ഔട്ട്ലെറ്റുകളിലായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ദുബായിലും ഒക്കെ ആയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കുടുംബ സദസ്സാണ്. 1-2 കുടുംബങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്റ്റാഫുകൾ മാത്രമല്ല, കസ്റ്റമേഴ്സ് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സിൻ്റെത്. എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇഫ്താർ വിരുന്ന് തുടങ്ങുകയാണ്. താഴെയാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ സ്ത്രീകൾക്കുള്ള നിസ്കാര സൗകര്യം ഇതേ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് മറ്റു പള്ളിയോ മറ്റോ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എല്ലാവർക്കും നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറായിട്ട് കൂടി കാണുക. ഇനിയും ഇതുപോലെ ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാത്തിലും എല്ലാവർക്കും ഇതുപോലെ കാണാൻ സാധിക്കുമെന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് എവരിബഡി ഫോർ യുവർ പ്രസൻസ്. അങ്ങനെ ഞങ്ങളിത് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടോ. ബാങ്ക് കൊടുക്കാൻ ഇനി വെറും ഒരു 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് അവരുടെ പ്രോഗ്രാംസൊക്കെ അവസാനിപ്പിച്ചു. ഒരുപാട് ഇഷ്ടം പോലെ സ്പേസിൽ ഇതാ ഇവിടെ ഫുഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാം. എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഇതാ ഈ ഒരു ടേബിളിലെ ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ 5 പേരും ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഇരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ കാരണം മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഗ്രീനറി ലുക്കാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ഒരു ഭാഗത്തായിട്ട് ഇരുന്നിട്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഫാമിലിനെ മൊത്തം കൊണ്ടുവരാനൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളെ ഫാമിലി അങ്ങനെ പോന്നു. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇത് അവക്കാഡോ ജ്യൂസ് ഉണ്ട്, പിന്നെ ഒരു മിൻറ്റ് ലൈം പോലത്തെ ഒരു ജ്യൂസ് ഉണ്ട്, അതുപോലെ വെള്ളമുണ്ട്, അതുപോലെ തരിക്കഞ്ഞി ഉണ്ട്. ഈ 4 ഡ്രിങ്ക്സാണുള്ളത്. പിന്നെ ഇതാ നല്ല പത്തിരി ഉണ്ട്, നൂലപ്പം ഉണ്ട്, നല്ല ലഗോൺ ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ ഗ്രേവി ആൻഡ് ബീഫ് ഗ്രേവി എന്ന് വെച്ചാൽ ബീഫ് നല്ലൊരു വരട്ടിയ എന്ന് വെച്ചാൽ അല്പം ഗ്രേവി കൂടെയുള്ള ഐറ്റംസ് ബീഫാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ. അതുപോലെ തൈര് സാലഡ് ഉണ്ട്, അതുപോലെ നല്ലൊരു അടിപൊളി അച്ചാറുണ്ട്. ഇതെല്ലാം കൂടിയാണ് ചേർന്നിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ബാങ്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. സഫമോളൊക്കെ ആകാംക്ഷയോടെ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും. ഇതിലിപ്പോൾ മുസ്ലിംസ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് അങ്ങനെയൊക്കെ വരുന്ന എല്ലാ ആളുകളും ഒരു സമൂഹ നോമ്പ് തുറയാണ് കേട്ടോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലർക്കും ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു നോമ്പ് തുറ എന്നുള്ള പല ആളുകളും ഇത് ചെയ്യാറുണ്ട്. ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതിൽ പിന്നെ വേറെ എന്തൊക്കെയാന്ന് വെച്ചാൽ സമൂസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ അത് വേറെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ്. പല ആളുകളുടെയും ചുണ്ടിലിങ്ങനെ ചില ആളുകൾ ഈ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസമുള്ളവർക്ക് അതിൻ്റേതായ തിരക്കിൽ എല്ലാവരും
അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പല ആളുകളും നമ്മൾ സ്വീകരിച്ചിരുത്തുവാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അവരെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ സജീവമായിട്ട് എല്ലാവർക്കുള്ള സീറ്റ് സംഘടിപ്പിച്ച് കൊടുത്തിട്ടും ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. അങ്ങനെ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ കവിതാ ഗോൾഡിനൊപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഈത്തപ്പഴവും വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറക്കുകയാണ്. ജ്യൂസ് കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊരിക്കടികൾ, ഫ്രൂട്ട്സ് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്നാൽ ഈ സമയം ഇവിടുത്തെ സ്റ്റാഫുകൾ പലരും ഇരുന്നിട്ടില്ല കേട്ടോ. അവർ നിന്നുകൊണ്ട് നോമ്പ് തുറന്നുകൊണ്ടും അങ്ങനെയൊക്കെ എല്ലാവരെയും മാനേജ് ചെയ്ത് അവരിങ്ങനെ സ്വീകരിച്ച് ഇരിക്കലും അവർക്ക് ആവശ്യമുള്ളത് എന്ത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പോഴും സ്റ്റാഫുകൾ അതിലേയും ഇതിലേയും ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്തൊക്കെ തന്നെയാലും വളരെയധികം സന്തോഷകരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രൗഷത്തെ റമളാനിൽ നമ്മുടെ കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള വലിയ സമൂഹ നോമ്പ് തുറയിലെ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ സാധാരണ മുസ്ലിംസ് മാത്രമല്ല എത്രയോ പങ്കെടുത്തിട്ടുണ്ട്. എന്തൊക്കെ തന്നെയല്ല ആദ്യം തന്നെ സ്പെഷ്യലായിട്ട് കണ്ട നല്ല അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പത്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സഫമോൾ പറഞ്ഞു എനിക്ക് കുറച്ച് ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓൾക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ കഴിക്കുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളതാകുമ്പോൾ കുറച്ച് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്തേക്കണ്. അങ്ങനെ മക്കളൊക്കെ ആദ്യം തന്നെ കഴിക്കുന്നത് നല്ല ബിരിയാണി തന്നെയാണ് കേട്ടോ. ബിരിയാണി അതിൻ്റെ ചിക്കനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് തോന്നി. അങ്ങനെ ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അങ്ങനെ സഫമോൾക്ക് നല്ലൊരു ചിക്കൻ്റെ ഒരു ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുപ്പത്തേര് കുറച്ച് ഹാപ്പിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊരു സ്പെഷ്യൽ അച്ചാർ കൂടെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റുള്ള പത്തിരിക്ക് ഇതാ കുറച്ച് ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ ആദ്യം തന്നെ ഇതാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പത്തിരിൻ്റെ സോഫ്റ്റ്നെസ് ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് തോന്നിയിട്ട് ഇത് ഏത് മെഷീൻ പത്തിരിയാണ് എനിക്കറിയില്ല. എന്നാൽ നമ്മൾ അവിടുത്തെ മാനേജറൊക്കെ വന്നിട്ട് കണ്ടില്ല, ഹസ്ബൻഡിൻ്റെ കൂടെയും ഒക്കെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടും ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട്, അതാണ് അവിടുത്തെ പ്രത്യേകതയും കൂടെ. നമ്മൾ അങ്ങോട്ട് ഗോൾഡ് എന്ത് തന്നെ ഒന്ന് മാറ്റാൻ പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റിയെടുക്കാൻ പോയാലും എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു സ്റ്റാഫിൻ്റെ സ്വീകരണം ഉണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആ പത്തിരി ഒരു ബീഫും ഭയങ്കരമായിട്ട് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഷ് ബേസിൻ്റെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ജീരകം അതുപോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതുണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് മക്കളെ. അതായത് നമ്മൾ കവിതാ ഗോൾഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യൽ ചായ കിട്ടാണ്ട് നമുക്ക്. നിങ്ങളാരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം കേട്ടോ. അത് ഭയങ്കരമായ ടേസ്റ്റുള്ളൊരു ചായയാണ്. കട്ടൻ ചായ ഉണ്ട്, മധുരം ഇല്ലാത്തതുണ്ട്, ഉള്ളതുണ്ട്. ഇത് അതുപോലത്തെ ഈ സ്പെഷ്യൽ ഏലക്കൊക്കെ ചേർത്തിട്ട് ഒരു ചായ ഉണ്ടോ, അതും അങ്ങോട്ട് കുടിച്ചപ്പോൾ ഭയങ്കര റാഹത്തായി. അൽഹംദുലില്ലാ. സമയം 7:10. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളത് വളരെയധികം ഉപകാരമായി. അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കവിതാ ഗോൾഡിൻ്റെ ആ ഒരു ഇഫ്താർ മീറ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും തന്നെ വളരെയധികം മനോഹരമായ രീതിയിൽ ഇവിടെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈദ് മുബാറക്കിൻ്റെതും കാരണം നല്ല തിരക്കുള്ള ടെക്സ്റ്റൈൽസ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ മക്കൾക്കൊരു ആഗ്രഹം, നമുക്ക് കുലുക്കി സർബത്ത് കുടിക്കാൻ പോയാലോ, കുലുക്കി അതുണ്ട്. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ആളുകൾക്ക് ഒരു സോഡ കുടിക്കുന്നതൊക്കെ ഇഷ്ടമാണല്ലോ. അതുപോലെ മൊജീറ്റോ, കുലുക്കി സർബത്തൊക്കെ ഇവിടെയൊക്കെ ഈ ഭാഗത്തായിട്ട് നല്ലോണം അതിൻ്റെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അങ്ങാടികളൊക്കെ ഒരു അലങ്കരിച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ റമളാനായപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയപ്പോഴിതാ നല്ല കാടമുട്ട ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ കൈതച്ചക്ക, അതുപോലെ തന്നെ വേറെ പച്ച മസാല ചേർത്ത മാങ്ങ, അങ്ങനെ എന്തൊക്കെയോ 2 ഐറ്റംസ് എഗ്ഗ്, അതൊക്കെ മൊത്തത്തിലിങ്ങനെ മസാല പുരട്ടി ആളുകളെ കൊതിപ്പിക്കുന്ന രീതിയിൽ വെച്ചൊക്കെയാണ്. പോരാത്തിന് വീണ്ടും മസാല ചേർക്കണമെങ്കിൽ അങ്ങനെ. പിന്നെ ഉപ്പിലിട്ടത് ഐറ്റംസ്, എല്ലാ ഐറ്റംസ് അതുണ്ട്. ചെമ്പിലെ എരിവും പുളിവും എന്നാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഇതിൻ്റെ പേര്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ തന്നെയാലും മൊജീറ്റോ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ മഞ്ചേരി മണവാട്ടി അങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഐറ്റംസ്, കുലുക്കി സർബത്തിൻ്റെ പല പല ഐറ്റംസ് എല്ലാവരും ഇങ്ങനെ
വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ചിലത് നല്ല എരിവുണ്ടാവും, ചിലത് ഒരു പുളിയും തരിപ്പും എല്ലാം കൂടി അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഇതാ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോ ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ കുടംകുലിക്ക് സർബത്ത്, അങ്ങനെ ഒരുപാട് കുടങ്ങളൊക്കെ ഇത് ഇവിടെ വരിയായി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും നോമ്പ് തുറന്നതിന് ശേഷം ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വാങ്ങുന്ന മഞ്ചേരി മണവാട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിലേക്ക് ഇതാ എന്തൊക്കെയോ മിക്സ്ഡ് ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നും. അത് നന്നാരി സർബത്തിലേക്ക് ഒഴിച്ച് ഇതാ ഇങ്ങനെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മഞ്ചേരി മണവാട്ടി. ഈ ഒരു മഞ്ചേരി മണവാട്ടി ഞാൻ ആദ്യമായിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ഇതാ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും ഓരോ രണ്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ചിലപ്പം ബാക്കിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മഞ്ചേരി മണവാട്ടി കുടിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റാർഡാണെങ്കിൽ ഇത് കാര്യമായിട്ട് ചേർത്തിട്ടുള്ളത്. കസ്റ്റാർഡ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. എരിവൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. മറ്റേതൊക്കെ കുറച്ച് എരിവൊക്കെ വരുമല്ലോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടൊക്കെ ഇതാ ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് മൊജീറ്റോ ആക്കി കേട്ടോ. ഇത് കുറച്ചൊരു ചെറുതായിട്ട് എരിവുണ്ട്, എന്നാലും പുളിയുണ്ട്, പക്ഷെ അഫമോൾക്ക് പറ്റണില്ല. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു, പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ചെമ്പിൽ ദം ബിരിയാണി ആക്കിയാലോ എന്ന്. അപ്പോൾ 850 രൂപയാണ് ഒരു ബക്കറ്റിന് വില. 800 രൂപ ഉണ്ട്, 1350, 600 അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ചൂടോടെ കടുപ്പും കൂട്ടിയൊരു ചായ, പാലിനെ പ്രണയിച്ച അവിലും പഴവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ ഓരോ മൊജീറ്റൊക്കെ കുടിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എത്ര എരിവാണെങ്കിലും ഇതാ പൈനാപ്പിളിൽ തേച്ച മസാല, മാങ്ങയിൽ തേച്ച മസാല, അതൊക്കെ കാണുമ്പോൾ ആർക്കാരും ഒന്നും കൂടി തിന്നാൻ തോന്നുമല്ലോ. അങ്ങനെ അതും ഓരോന്നിച്ച് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ടിനോട് പ്രത്യേകമായിട്ട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നമ്മളെയൊക്കെ ക്ഷണിച്ചതിൽ, ഒരുപാട് ആളുകളെ ക്ഷണിച്ചതിൽ, അവിടെയൊക്കെ ചെല്ലുന്നവരൊക്കെ ക്ഷണിച്ചിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളായിരുന്നു. ആ ഒരു ഫുഡിൻ്റെ കാറ്ററിംഗ് ടീം ഏതാണെന്ന് എനിക്ക് ചോദിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഓരോ ഫുഡും കാര്യവും. പ്രത്യേകിച്ച് ആ ഒരു പത്തിരിയിലാണ് ഞാൻ വീണ് പോയത്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു ആ ഒരു പത്തിരിയും ബീഫും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ മഞ്ചേരി അങ്ങാടിയിലൂടെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് മഞ്ചേരി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കേട്ടോ. പയ്യനാട് തോട്ടുപോയിൽ എന്ന് പറഞ്ഞ പൊട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.